ഞാനും അത് തന്നെയാണ് ചോദിക്കുന്നത്. ഞാൻ അത്ഭുതപ്പെടുകയാണ്. ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് ഒരു നിസ്സഹായനായ ഒരു വിശ്വാസിയാണ്. നിസ്സഹായതയാണ്. ഞാൻ മാത്രമല്ല, നിങ്ങളും എല്ലാവരും, കേരളത്തിലെ ജനങ്ങളും ഈ അയ്യപ്പസ്വാമിയുടെ കാര്യം പറയുകയാണെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ മാത്രമല്ല, വിശ്വാസികൾ മാത്രമല്ല, ലോകം ഒട്ടും ഇരിക്കുന്ന ഏറ്റവും ജനകീയമായ, ഏറ്റവും ജനാധിപത്യം നിലനിൽക്കുന്ന ഒരു ക്ഷേത്രം എന്ന് പറയാനായിട്ട് ശബരിമല മാത്രമേ ഉള്ളൂ. ആ ശബരിമലയിൽ ഇങ്ങനെ ഒരു ഗതികേട് വന്നിരിക്കുന്നു. അത് ഇപ്പോൾ നമ്മുടെ നാടൊരു ഭ്രാന്താലയമായിട്ട് മാറിയിരിക്കുന്നത് എനിക്ക് തോന്നുന്നത്. അത് വളരെ സങ്കടമുണ്ട് ഈ പറയാനായിട്ട്. കാരണം ഈ ദൈവത്തിൻ്റെ നാട്, ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് പറയുന്ന നമ്മുടെ കേരളത്തിൽ ഇന്നിപ്പോൾ ഭ്രാന്തന്മാരുടെ നാടായി മാറിയിരിക്കുന്നു. നമ്മളൊക്കെ നോക്കുകുത്തികളായി, നിസ്സഹായരായി, വിശ്വാസികളും ഭക്തരും. ഞാനൊരു സാധാരണ ഒരു ഭക്തനെന്ന നിലയ്ക്കാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ ഈ ചോദ്യങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. എൻ്റെ മുമ്പിൽ നിങ്ങൾ ചോദിച്ച ആ ഒരു ചോദ്യമാണ്, വലിയൊരു ചോദ്യമാണ്. നമ്മളിത് എങ്ങോട്ട് പോകുന്നു, കേരളം എങ്ങോട്ട് പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ഇത് നമ്മൾ ഇതൊക്കെ കേൾക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. ഏതാണ്ട് എനിക്ക് തോന്നുന്നത് ഞാൻ ശബരിമലയ്ക്ക് പോയി തുടങ്ങിയത് എൻ്റെ അച്ഛൻ്റെ കൈ പിടിച്ചിട്ടാണ് എൻ്റെ ആദ്യത്തെ മല യാത്ര. ഏതാണ്ട് 35ഓളം വർഷങ്ങൾ ഞാൻ ശബരിമല പോയിട്ടുള്ള ഒരാളാണ്. അതുകൂടാതെ ഞാനൊരു സീരിയലിൽ പന്തളം രാജാവായിട്ട് അഭിനയിച്ചു, അയ്യപ്പൻ്റെ പിതാവായിട്ട് അഭിനയിച്ചു. അപ്പോൾ വൈകാരികമായിട്ടും എനിക്ക് ശബരിമലയുമായിട്ട് വലിയ ബന്ധമുണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ വല്ലാണ്ടൊരു ഫീലിംഗാണ്, വല്ലാണ്ടൊരു വിഷമമാണ്. ഈശ്വര, അയ്യപ്പ, ഇവരെന്താണ് ചെയ്യുന്നതെന്ന് ഇവർക്ക് അറിയില്ല, ഇവരെ രക്ഷിക്കണേ എന്ന് പറയില്ല, ഇവരെ ശിക്ഷിക്കണേ എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം അത്രയും ഒരു മഹാമനസ്സ് എനിക്കില്ല. ഇതിൽ പങ്കെടുത്തിട്ടുള്ള ഈ കൊള്ളയിൽ ഒരു വിവാദമല്ല. ശബരിമല സ്വർണ്ണ വിവാദമായിട്ട് ഞാൻ കാണുന്നില്ല. ഇതിന് ശബരിമല സ്വർണ്ണ കൊള്ള എന്ന് ഞാൻ പറയുള്ളൂ. കാരണം ഇത് കൊള്ളയാണ്, അത് പട്ടാപ്പകലുള്ള ഒരു കൊള്ളയാണിത്. അതിൻ്റെ ഉത്തരവാദികൾ ഒരാളല്ല. അവിടെ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇതിൻ്റെ ഉത്തരവാദികൾ ഒരാളല്ല, ഒരു കള്ളനല്ല ഇതിനകത്ത്. എല്ലാ ടോപ്പ് ടു ബോട്ടം ഉള്ള ആൾക്കാർ മുഴുവനും ഇതിനകത്ത് ഉത്തരവാദികളല്ലാതെ, അവരറിയാതെ ഇങ്ങനെ ഒരു കൊള്ള നടക്കില്ല. മനസ്സിലായില്ലേ? അപ്പോൾ അതിൻ്റെ അവിശ്വാസികളായിരിക്കും മിക്കവാറും. വിശ്വാസികളും ആരും ഇത് ചെയ്യാനായിട്ട് ഒരു വഴി ഞാൻ കാണുന്നില്ല. അപ്പോൾ അവിശ്വാസികളാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അവർ ഇന്നല്ലെങ്കിൽ നാളെ ഇത് കണ്ടെത്തും. ഇത് വർഷങ്ങളായിട്ടുള്ള ഒരു ഇതാണിത്. ഇത് അവിടെ നിന്ന് മാറ്റുന്നു. ഇത് ആലോചിച്ചാലുണ്ട്, ചോദ്യങ്ങൾ ചോദിച്ചാൽ നമുക്ക് ഉത്തരങ്ങളില്ല. ഇത് എങ്ങനെയാണ് അവരെ സംഘടിപ്പിക്കുന്നുള്ളത് മനസ്സിലായത്. ആരടുത്ത് ചോദിച്ചാൽ, ഇതിൻ്റെ ഉത്തരവാദികളായ ആരടുത്ത് ചോദിച്ചാലും അവർ പറയുന്നത് ഞാൻ ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. അപ്പം ആരാണ് ഉണ്ടായിരുന്നത്? അയാളാണെന്ന് പറയും. അയാളെടുത്ത് ചോദിക്കുമ്പോൾ അയാൾ പറയും ഞാനുണ്ടായിരുന്നില്ല എന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ സംഭവം നടന്നത് സത്യമാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. അത് മീഡിയ വളരെ ഗംഭീരമായിട്ട് അതിൻ്റെ ഓരോ ഇഞ്ചിലും പോയിട്ടും ഈ മീഡിയ ഭയങ്കരമായിട്ട് ഇതേവരെ ഞാൻ കണ്ടിട്ട് ഇത്രയും ഒരു ഇഫക്റ്റീവായിട്ട്, നിഷ്പക്ഷമായിട്ട് ഒരു മീഡിയ ഒരു ഇഷ്യൂവിൽ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇത്രയും വളരെ ഗൗരവത്തോടു കൂടി മെറ്റിക്കുലസ് ആയിട്ടുള്ള പ്ലാനിങ്ങോട് കൂടി മീഡിയ ഇതിനകത്ത് ഈ ഇഷ്യൂവിനെ എടുത്തിരിക്കുന്നു എന്ന് കാണുമ്പോൾ സന്തോഷമുണ്ട്. അതിൽ വലിയ പ്രതീക്ഷയുണ്ട് നമുക്ക്. കാരണം മീഡിയ ഉണ്ടെങ്കിൽ ഈ എല്ലാ സത്യങ്ങളും പുറത്തു വരും. അതാണ് എൻ്റെ ഒരു അഭിപ്രായം. അല്ല, ഹൈക്കോടതിയും മാധ്യമങ്ങളും അതിന് രണ്ട് തൂണുകളാണ് ഇതിൻ്റെ. കാരണം അവരുടെ ഏറ്റവും ശക്തമായ ഒരു സംഗതിയാണ് മീഡിയ. അതേപോലെ തന്നെയാണ് ജുഡീഷ്യറി അവസ്ഥ. അപ്പോൾ ഈ ജുഡീഷ്യറിയും മാധ്യമങ്ങളും ഒരുമിച്ച് നിന്നാൽ ഇവിടെ നമുക്ക് വലിയൊരു, കാരണം ഇതെല്ലാം വെളിച്ചത്ത് കൊണ്ടുവരണം. കാരണം ഇത് ശബരിമല മാത്രമല്ല, ഈ ശബരിമലയിൽ മാത്രമല്ല കൊള്ള. കേരളത്തിൽ എനിക്ക് പലപ്പോഴും അറിയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊന്നും ഇപ്പോൾ തുറന്ന് പറയാൻ നിവൃത്തിയില്ല. ചില ഗുരുവായൂരായാലും ശരി, കൂടൽമാണിക്യം ക്ഷേത്രത്തിലായാലും ശരി, ചോറ്റാനിക്കര അമ്പലത്തിലായാലും ശരി, അങ്ങനെ ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലായാലും ശരി, ഈ ഒരു കൊള്ള നടക്കുന്നുണ്ട്. ഒരു കൊള്ളയാണിത്. അപ്പോൾ ഇത് അവിടെ ഒരാൾക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു കൊള്ളയല്ല ഇത്.
ഇതെല്ലാം ഒരു ഗ്രൂപ്പായിട്ട് ചെയ്യുന്നത് തന്നെ. ഇതിലൊരു അന്വേഷണം വേണ്ട, ഏത് തരത്തിലുള്ള അന്വേഷണം നിർദ്ദേശിക്കും? ഈ പറഞ്ഞ പോലെ എല്ലാ അമ്പലങ്ങളിലൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ ദേവസ്വം ബോർഡിൻ്റെ അണ്ടറിലാണ് പല അമ്പലങ്ങളും. അപ്പോൾ അതാണ് പറയണത്. കാരണം ഇത് ഈ കള്ളന്മാർ നടത്തുന്ന ഒരു 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 സംഭവത്തിൻ്റെ പേരിൽ ഈ കള്ളന്മാരെ അന്വേഷിക്കാനായിട്ട് കള്ളന്മാർ തന്നെ വെച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒരു ഇൻഡിപെൻഡൻറ്റ് ഏജൻസി, അതും ഡയറക്റ്റായിട്ട് കോടതിയുടെ പിന്നെ കീഴിൽ ഡയറക്ടറായിട്ട് നേരെ താഴെയുള്ള, അത് എല്ലാം കൊണ്ടും ഈ കോടതി നിരീക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു അന്വേഷണം നിഷ്പക്ഷമായിട്ട് നടത്തിയാൽ ഇതെല്ലാം പുറത്തേക്ക് വരും. ഒന്നുകൂടി പറയൂ. തീർച്ചയായിട്ടും അങ്ങനെയാണല്ലോ ഇത്. ആ വിജിലൻസ് പറയുന്നത് കറക്റ്റാണ്. കാരണം അവിടെ ഒരു ആചാരമുണ്ടെന്ന് പറയുന്നല്ലോ, ഒരു ആചാരമുണ്ട്, അവിടെ ഒരു പ്രവൃത്തികളുണ്ട്, അതിൻ്റെ ഒരു 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 സെറ്റപ്പ് ഉണ്ട്, അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റമുണ്ട് അവിടെ. ഇതൊന്നും അറിഞ്ഞില്ല എന്ന് പറയുന്നത്, അതെല്ലാം ഈ ആചാരങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് കുറച്ച് ആൾക്കാർ കൂടി ചേർന്നിട്ട് അവിടെയുള്ള ഒരു സ്വർണം കൊണ്ടുപോവുക, അതും ആ പരിസരത്തിൽ നിന്നും കൊണ്ടുപോകാൻ പാടില്ല എന്നുള്ള നിയമങ്ങൾ ഇരിക്കെ തന്നെയാണ് ഇവർ ചെയ്യുന്നത്. അപ്പോൾ ഇത് വളരെ കഷ്ടമല്ലേ ഇത്? ഇപ്പോൾ അതാണ് ഞാൻ പറയുന്നത്, നേരത്തെ ഒരു ഭ്രാന്താലയമായിട്ട് മാറിയിരിക്കുന്നു, മനസ്സിലായില്ലേ?